നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ മഹാത്മജി പുരസ്കാരത്തിന് മുഹമ്മദ് മുഹസിൻ MLA അർഹനായി. മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരത്തിനാണ് മുഹമ്മദ് മുഹസിൻ MLAയെ തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരം പ്രധാന കേന്ദ്രമായി രാജ്യത്താകമനം കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ കഴിഞ്ഞ 11 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രധാനമന്ത്രിയായ മഹാത്മാജി പുരസ്കാരത്തിനാണ് മുഹമ്മദ് മുഹസിൻ MLA അർഹത നേടിയിരിക്കുന്നത്. എല്ലാ വർഷവും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30-നാണ് മികച്ച ജനപ്രതിനിധികൾക്കും കലാ സാംസ്കാരിക മാധ്യമ ജീവകാരുണ്യ വിദ്യാഭ്യാസ ആരോഗ്യ മാനവിക സാമൂഹ്യ സേവന മേഖലകളിൽ മികവാർന്ന പ്രവർത്തനം നടത്തിവരുന്ന പ്രതിഭകൾക്ക് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ഈ വർഷത്തെ മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരമാണ് മുഹമ്മദ് മുഹസിൻ MLA തേടിയെത്തിയിരിക്കുന്നത്. ഈ മാസം 30-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം മ്യൂസിയം ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ആധുനിക ഇന്ത്യയുടെ ശില്പിയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നത്. കോറ്റനാട് സെന്ററിൽ വട്ടനാട് സ്കൂൾ റോഡരികിലെ മരം അപകടാവസ്ഥയിൽ. ഉടൻ വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും രംഗത്തെത്തി. വട്ടനാട് സ്കൂൾ റോഡരികിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനോട് ചേർന്നാണ് മരം സ്ഥിതി ചെയ്യുന്നത്. മരത്തിന്റെ മുകൾ ഭാഗം വിണ്ടുകീറിയതോടെയാണ് അപകടാവസ്ഥയിലായത്. ഇതിന് താഴെയാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്താണ് ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന കേന്ദ്രം. വട്ടനാട് സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനട യാത്ര ചെയ്യുന്നതും ഇതിനടിയിലൂടെയാണെന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. മരത്തിന്റെ താഴ്ന്ന കൊമ്പുകൾ ടോറസ് ലോറികളിൽ തട്ടുന്നത് പതിവായതോടെ കഴിഞ്ഞ ദിവസം ഈ കൊമ്പ് മാത്രം മുറിച്ചു നീക്കുകയായിരുന്നു. എങ്കിലും മുകൾ ഭാഗം വിണ്ടുകീറിയ മരം ഇപ്പോഴും അപകടാവസ്ഥയിൽ തുടരുകയാണ്. അപകടം സംഭവിക്കുന്നതിനു മുൻപായി മരം വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊമ്പൊടിഞ്ഞിട്ട് യാത്രക്കാർക്കും സ്കൂട്ടറുകൾക്കും ഇവിടെ വണ്ടി അതിൽ ഓട്ടോ സ്റ്റാൻഡാണ്. പിന്നെ കൂടുവണ്ടി എല്ലാം നിൽക്കുന്നതാണ്. ഭയങ്കര ഭീഷണിയായിട്ട് കാരണം ബുദ്ധിമുട്ടാണ്. ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വന്നോക്കി അവർ വന്നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളെ വന്നോക്കിയിരുന്നു. വന്നോക്കി ഓട്ടോ എടുത്തിട്ട് പോയി. കുട്ടികളൊക്കെ ഇവിടെയാണ് ബസ് കാത്തിരിക്കുന്നത്. യാത്രക്കാരൊക്കെ ഇവിടെ ബസ് കാത്തിരിക്കുന്നത് ഇവിടെയാണ്. പെട്ടെന്ന് വല്ലപ്പുഴ പഞ്ചായത്തിൽ 2ാം ഘട്ട നവീകരണം പൂർത്തിയായ കുറുവട്ടൂർ കുളപ്പുള്ളി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. VK ശ്രീകണ്ഠൻ MP റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. VK ശ്രീകണ്ഠൻ MPയുടെ വികസന ഫണ്ടിൽ നിന്നും 16 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുറുവട്ടൂർ കുളപ്പുള്ളി റോഡിന്റെ 2ാം ഘട്ട നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. വല്ലപ്പുഴ പഞ്ചായത്ത് അതിർത്തി വരെയുള്ള ഭാഗമാണ് നവീകരിച്ചിരിക്കുന്നത്. നവീകരണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ബാക്കി അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ ആരൊക്കെ ചെയ്യേണ്ടത്, അതിന്റെ തുടർ പരിപാലനം ചെയ്യണം ആര്? പഞ്ചായത്ത് ചെയ്യണമെങ്കിൽ ഭരണസമിതി യോഗം കൂടണം. ആ തീരുമാനത്തിന്റെ പകർപ്പ് വേണം. ഇതിന്റെ സ്കെച്ചും പ്ലാനും ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എല്ലാം സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിലാണ് അത് AS ആവുള്ളൂ. അത് ഭരണാനുമതിയാവും. ഒരു ഫണ്ട് അനുവദിച്ചാൽ ഭരണാനുമതി ആവാൻ ചുരുങ്ങിയത് 1 കൊല്ലം എടുക്കുകയാണ്. കാരണം ഈ പേപ്പർ വർക്കാണ് ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം. ജനങ്ങൾക്ക് റോഡ് കേടുവന്ന് തകർന്നു കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു 10-20 ദിവസത്തിനുള്ളിൽ ടെൻഡർ ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന് മാസങ്ങളുടെ കാലതാമസം വരിക. ഇതും അതുപോലെ വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ, അതിൻ്റെ ഇടയ്ക്ക് ഇലക്ഷൻ വന്നാൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കൂടെ വന്ന് നേരം വൈകുകയാണ്. അപ്പോൾ തറക്കൽ പടിക്ക് 10 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ റോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ 2 കൊല്ലം മുമ്പ് അനുവദിച്ച, പക്ഷേ ഈ രേഖകളൊന്നുമില്ല. ഭൂമിയുടെ രേഖയില്ല, പഞ്ചായത്തിൻ്റെ അധീനതയിലില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിയമ വകുപ്പില്ല. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ വീണ്ടും ആ റോഡിനും ഫണ്ട് അനുവദിക്കുന്നതെന്ന് അറിയിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം. പിന്നെ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോഴാണ് ഈ ഫണ്ടൊക്കെ ചോദിച്ചത്. ഇപ്പോൾ അന്ന് പറഞ്ഞ മെമ്പർക്ക് ഫണ്ട് കുറവാണ് കിട്ടുന്നതാണ്. ഇപ്പോൾ മെമ്പർമാർക്ക് ഫണ്ട് കൊടുക്കുന്ന ആളായിട്ട് പ്രസിഡന്റ് പഴയ മെമ്പർ മാറിയിരിക്കുക. പിന്നെ അധികം എന്നോട് ചോദിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് C ജംസീന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CK ഫബ്ന, അഷ്റഫ് അലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ്, സേതു കോടനാട്, MT സലാം, കളത്തിൽ കബീർ, നസീർ ആലിക്കൽ, ഹുസൈൻ കോമഞ്ചേരി, AV മരക്കാർ, VP ഉണ്ണീൻകുട്ടി, CT യൂസഫ്, K മുഹമ്മദ് അലി, MK മൊയ്തു,
കെ അബ്ദുറഹ്മാൻ, വി.പി. മൊയ്തു, എ. സന്തോഷ്, കെ. ഷൗക്കത്ത്, എ. ബഷീർ, വി.എം. ഷാന, ടി. സദക്കത്തുള്ള, കെ. ഹാഫിസ്, കെ. ഹസൻ, സി. കെ. ഉബൈദ്, വി.എം. മുസ്തഫ, കെ. ഖാദർ, എ. ഹസീന, കെ. പി. കബീർ, എ. വി. മാനുപ്പ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി തൃത്താലയിലെത്തിയ രഥയാത്രയ്ക്ക് യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ പ്രൗഢോജ്വല സ്വീകരണം നൽകി. ഉച്ചയോടെ തൃത്താല മഹാശിവക്ഷേത്ര പരിസരത്തെത്തിച്ചേർന്ന രഥയാത്രയെ നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി യജ്ഞേശ്വരം ക്ഷേത്രസന്നിധിയിലേക്ക് ആനയിച്ചു. തുടർന്ന് വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. നിലവിളക്കും താലങ്ങളുമായി വേദമന്ത്രധ്വനികളോടെ ക്ഷേത്രപ്രദക്ഷിണം നടന്നു. ഭക്തർക്ക് ഗംഗാതീർത്ഥവും പ്രസാദവും നൽകി. സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കായി ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. ബ്രഹ്മചാരി ടി. കെ. വിനയഗോപാൽ, കെ. കെ. ഹരിദാസ്, ശിവൻ പട്ടിത്തറ, ടി. ധർമ്മരാജൻ, മുരളീധരൻ തൃക്കണ്ടിയൂർ, പി. ആർ. കണ്ണദാസൻ, വേണുഗോപാൽ ചുണ്ടയിൽ, സുകുമാരൻ ഉള്ളന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ എടപ്പാൾ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എംപവർ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ശനിയാഴ്ച വട്ടംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. COA എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ വട്ടംകുളം, എടപ്പാൾ, കാലടി, തവനൂർ പഞ്ചായത്തുകളിലായി 30 വർഷത്തോളമായി സേവനം നൽകുന്ന 15 കേബിൾ ഓപ്പറേറ്റർമാർ ചേർന്ന് രൂപം നൽകിയ ക്ലസ്റ്റർ E1 ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച വൈകിട്ട് 4 നടക്കുക. വട്ടംകുളം ചുള്ളിയിൽ ബിൽഡിംഗിൽ 1ാം നിലയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്രയും നിർവഹിക്കും. സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മൂലധന പ്രതിസന്ധികളൊക്കെ തന്നെ ഈ മേഖലയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ഒരു വൻകിട കോർപ്പറേറ്റുകളുടെ ഒക്കെ ഒരു മത്സരവും ഞങ്ങൾ ഇതിനെ അതിജീവിക്കേണ്ട ഒരു അവസ്ഥയ്ക്കാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇതിനൊക്കെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൊണ്ട് തന്നെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ക്ലസ്റ്ററുകൾ എന്ന രീതിയിൽ ഒരു രീതി പിന്തുടരാൻ വേണ്ടി ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതായത് ചെറുകിട നെറ്റുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ചൊരു ഒറ്റ കമ്പനി ആയിക്കൊണ്ട് മികച്ച രീതിയിലൊരു സർവീസ് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതുകൂടെ ലക്ഷ്യമിടുന്നത്. കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം അബൂബക്കർ സിദ്ദീഖ് നിർവഹിക്കും. എടപ്പാൾ, വട്ടംകുളം, കപ്പൂർ, ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി പ്രിയദർശൻ നിലവിന്റെ ഗസൽ സന്ധ്യയും നടക്കും. KV ബിനീഷ്, KS വിനോദ്, U മാധവൻകുട്ടി, PV സുനിൽകുമാർ, KP പ്രമോദ്, പ്രശാന്ത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 30 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയിൽ വട്ടംകുളം കേന്ദ്രീകരിച്ച് വരുന്ന ഈ ഓഫീസിൽ വിവിധങ്ങളായ സേവനങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതോടൊപ്പം കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ കൂട്ടായി ചെയ്യാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. ഭാരതപ്പുഴയിൽ ആറാട്ടും നടന്നു. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവാഘോഷത്തിനാണ് ഭക്തിനിർഭരമായ സമാപനമുണ്ടായത്. ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ക്ഷേത്രത്തിൽ ഉത്സവ ചടങ്ങുകൾ നടത്തി വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറാട്ടുബലിയും തുടർന്ന് ഭാരതപ്പുഴയിലെ ആറാട്ടുകടവിലേക്കുള്ള യാത്രയും നടന്നു. ദേവസ്വം ഗജരാജൻ പട്ടാമ്പി മണികണ്ഠനായിരുന്നു തിടം പറ്റിയത്. ആറാട്ട് ചടങ്ങുകൾക്ക് ശേഷം പഞ്ചവാദ്യത്തോടു കൂടിയുള്ള തിരിച്ചെഴുന്നള്ളിപ്പും നടന്നു. ക്ഷേത്രത്തിൽ ഒരാഴ്ചക്കാലം വിപുലമായ പരിപാടികളിലൂടെയാണ് ഉത്സവാഘോഷം സംഘടിപ്പിച്ചത്. വിവിധ കലാപരിപാടികളും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടത്തി വന്നിരുന്നു. സഹജീവി സ്നേഹത്തിന്റെ മാതൃകയുമായി ജനപ്രതിനിധി
ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം എം മഞ്ജുളയും കുടുംബവുമാണ് അപകടത്തിൽ പരിക്കുപറ്റി അവശനിലയിൽ കണ്ട നായയുടെ സംരക്ഷണം ഏറ്റെടുത്ത് പരിചരിക്കാൻ തയ്യാറായത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ പഴയ സത്യൻ ടാക്കിന് സമീപം ഉളിക്കുന്ന റോഡിലാണ് അപകടത്തിൽപ്പെട്ട് അവശനായ നിലയിൽ 2 ദിവസമായി നായയെ കണ്ടിരുന്നത്. നായ പ്രദേശവാസിയായ കാന്തളത്ത് വളപ്പിൽ സുരേഷിന്റെ വീട്ടുപടിക്കലുള്ള റോഡിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുരേഷും എതിർ വീട്ടുകാരായ കള്ളിവളപ്പിൽ ഗോപിയും കൂടി സുരേഷിന്റെ വീട്ടുപടിക്കലെത്തി മാറ്റിക്കിടത്തി. തുടർന്ന് വാർഡ് മെമ്പറായ മഞ്ജുളയെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സന്ധ്യ ടീച്ചറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടിയായ മഞ്ജുളയും സ്ഥലത്തെത്തി കാര്യങ്ങൾ മനസ്സിലാക്കുകയും തുടർന്ന് പഞ്ചായത്തിലേക്ക് വിവരമറിയിക്കുകയും ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും വെറ്റിനറി സർജനും സ്ഥലത്തെത്തി നായ്ക്ക് വേണ്ട അടിയന്തര ശുശ്രൂഷ നൽകി. 2 ദിവസമായി നായ്ക്കളെ സംരക്ഷിക്കുന്ന പല ഷെൽട്ടറുകളുമായി ബന്ധപ്പെട്ടെങ്കിലും ആരും നായയെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ നായയുടെ സംരക്ഷണം മെമ്പറും ഭർത്താവ് അച്യുതനും ഏറ്റെടുത്തു. ഡോക്ടേഴ്സ് പരിശീലനം ലഭിച്ച വിജയലക്ഷ്മി, സുധാറാണി, രാധ എന്നിവർ ചേർന്ന് മഞ്ജുളയുടെ ഉടമസ്ഥതയിലുള്ള വീടിനോട് ചേർന്ന പറമ്പിലേക്ക് നായയെ മാറ്റുന്നതിന് സഹായിച്ചു. നമ്മുടെ നാട്ടിലെ ചില സൗകര്യങ്ങളുടെ അപര്യാപ്തത നമുക്ക് അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. ഒരുപാട് പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്കത് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്നും ആയിട്ടില്ല എന്നുള്ളതൊരു ഖേദകരമായ കാര്യമാണ്. എങ്കിലും ഞങ്ങൾ പരമാവധി ശ്രമിച്ചതിൻ്റെ ഇടയിലാണ് ഇവരെക്കുറിച്ചിട്ട് വിവരം കിട്ടിയത്. സുധയെക്കുറിച്ചിട്ടും പിന്നെ വിജയലക്ഷ്മിയെ കുറിച്ചിട്ടും രാധയെക്കുറിച്ചിട്ടും. അപ്പോൾ അവരോട് ബന്ധപ്പെട്ടപ്പോൾ അവർ ഒരു മടിയും കൂടാതെ തന്നെ വേഗം വരാം. അവരുടെ ടീം ഇവിടെയല്ല, വയനാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രയാസമാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ അവരൊക്കെ തന്നെ വൈകുന്നേരം വിളിച്ച് ഇവിടെ വരാമെന്ന് ഏൽക്കുകയും ഇവിടെ വന്നു. പക്ഷേ കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷ ഈ നായയെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് തന്നെയാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.